രാവിലെ തന്നെ ദോശമാവിൽ അങ്ങോട്ട് തുടങ്ങാം. ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ മാവ് അരയ്ക്കുമ്പോൾ നമ്മൾ ഇഡലിക്കൂടെ മാറ്റി വെക്കാറുണ്ട്. പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കി. ദോശ ഇവിടേക്ക് ആർക്കും ഉത്തരപ്പിടുത്തം ഇല്ലെങ്കിലും നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ദോശ ഇഡലിയൊക്കെ കഴിക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കി മറിയത്തിനുള്ള ടിഫിനും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അവളെ വിട്ടിട്ട് ഞാനാണ് കൊണ്ടുവിടുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അടിപൊളി റോഡായതുകൊണ്ട് സാഹസിക യാത്ര കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ കുപ്പിയിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം നിറയ്ക്കാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ഇവിടെ ആറോ കിട്ടുന്നത്, ബാക്കി എല്ലാവരും ഇങ്ങനെ നടന്ന് കുഴയണം. അപ്പോൾ നോക്കിയപ്പോൾ ആറോയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റുറ്റ് വീഴുന്നത് എന്താണെന്ന് അറിയത്തില്ല, കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് തുണി വിരിച്ചിട്ടിട്ട് വരാമെന്ന്, ആ ജോലി അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ തുണി വിരിച്ച് സെറ്റാക്കിയിട്ട് നോക്കിയിട്ടും നമ്മുടെ വെള്ളം നിറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ വേസ്റ്റ് എടുക്കാൻ ആൾ വന്നേ. അപ്പോൾ അതും ഇങ്ങനെ സെറ്റാക്കി വെളിയിലൊരു ബക്കറ്റിൽ വെച്ച് പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചിട്ട് ഒരു കാര്യമില്ല, കുറച്ച് വെള്ളം കിട്ടുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, ഉണക്കമീൻ, രസമൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടിയൊരു ചോറുണ്ടാക്കി. പിന്നെ വലിയ മീൻ, അതിൻ്റെ ചെവയായിട്ട് ഞാൻ തോരൻ പോലെ വെച്ച്. വൈകിട്ട് നമ്മൾ കഫേയിൽ പോയി ഒരു സമോസയൊക്കെ കഴിച്ചു. മറിയും കുറച്ച് നേരം കളിച്ചു പാർക്കിൽ. പിന്നെ നമുക്ക് നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ഗുലാബ് ജാം തമിഴ്നാട്ടിൽ കുട്ടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ മറിയത്തിൻ്റെ അടുത്ത ടൈം ടെക്സ്റ്റ് കൊടുത്തു വിടണമെന്ന് മെസ്സേജ് വന്നുകൊണ്ട് അത് പൊതിയണം. പിന്നെ